നമസ്കാരം. ഇപ്പോൾ കിട്ടിയത് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോന ജെറിയും ചേരും. വിശദമായ വാർത്തയിലേക്ക്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിലിൽ സൂചിപ്പാറയിൽ നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങൾ വനത്തിലൂടെ കിലോമീറ്ററുകൾ ചുമന്ന സന്നദ്ധ പ്രവർത്തകർ എയർലിഫ്റ്റിംഗ് വൈകിയതോടെയാണ് ശരീരഭാഗങ്ങൾ ചുമന്നുകൊണ്ടുപോയത്. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. മഴ പെയ്തിട്ട് കയറാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ളത്. ഹെലികോപ്റ്റർ 3 മണി വരെ കാത്തുനിന്ന് എത്തിയില്ല. ഇനി കൂടുതൽ കാത്തുനിന്നിട്ട് ഹെലികോപ്റ്റർ എത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി നടക്കാനുള്ള ബുദ്ധിമുട്ട് രാത്രി ആകുമ്പോൾ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ ബോഡി വഹിച്ചിട്ട് ഇതാ ഡേഞ്ചർ സിറ്റുവേഷനിലാണ് പോകുന്നത്. എല്ലാവരും കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിങ്ങനെ മാറി മാറി കൊണ്ടുപോയി കുറച്ച് വെച്ച് പോവാണ്. മഴ പെയ്തുകൊണ്ട് വഴി ഭയങ്കര അപകടാവസ്ഥയിലുള്ളത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ശ്രീജിത്ത്, എന്തുകൊണ്ടാണ് ഹെലികോപ്റ്റർ എത്താൻ വൈകിയത്? എന്താണ് സംഭവിച്ചത്? മഴ പെയ്തിട്ട് കയറാൻ പറ്റാത്ത നിരവധി തവണ ആവശ്യപ്പെട്ടതാണ് ഹെലികോപ്റ്റർ എത്തണമെന്നത്. പക്ഷേ ഹെലികോപ്റ്റർ 3 മണി വരെ എത്തിയില്ല. ഒരുപക്ഷെ മോശം കാലാവസ്ഥയായിരിക്കും. വയനാട്ടിൽ പല മേഖലകളിലും ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്, കാട്ടിലടക്കം മഴ പെയ്യുന്നുണ്ട്. ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ്, ഈ സൂചിപ്പാറയൊക്കെ ഹെലികോപ്റ്ററിന് ലാൻഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള മേഖലയാണ്. അതുകൊണ്ടായിരിക്കാം ഹെലികോപ്റ്റർ എത്തായിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഹെലികോപ്റ്ററിനൊന്നും അവർ കാത്തുനിന്നില്ല. അവർ രക്ഷാപ്രവർത്തകർ എന്നതിനുപരി അവർ ഇന്നാട്ടുകാരാണ്, അല്ലെങ്കിൽ മലയാളികളാണ്, മനുഷ്യരാണ്. അവർക്ക് ആ മൃതദേഹം എങ്ങനെയെങ്കിലും, അവർ കണ്ട മൃതദേഹങ്ങളാണ്, ശരീരഭാഗങ്ങളാണ്, അതെങ്ങനെയെങ്കിലും ആശുപത്രിയിലേക്ക് എത്തിക്കണം. കുറെ ഉറ്റവരും ഉടയവരും അത് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങൾ വരുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പരിസരത്തൊക്കെ ആളുകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എന്റെ അച്ഛനെ കാണുന്നില്ല, എന്റെ ഉമ്മയെ കാണുന്നില്ല, വാപ്പയെ കാണുന്നില്ല, മക്കളുണ്ടോ എന്നൊക്കെ ചോദിച്ച് നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ഫോട്ടോയൊക്കെ ആയാണ് വരവ്. ഒരു കമ്മൽ പോലും കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് ആളെ തിരിച്ചറിയാമല്ലോ എന്ന് പറഞ്ഞ് വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവർ ഇത്ര ദുഷ്കരമായി, സൂചിപ്പാറ മേഖല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി അതൊരു ചെങ്കുത്തായ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെയുള്ള ഒരു ഉൾവനമാണ്. ആ മേഖലയിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. നമ്മളന്ന് ആകാശ ദൃശ്യം നോക്കിയ സമയത്ത് നമുക്കത് മനസ്സിലായതാണ്. വലിയ പാറക്കൂട്ടങ്ങളാണ് ഇപ്പോഴും അവിടെ വന്ന് അടിഞ്ഞു കിടക്കുന്നത്. അതിനടിയിലുള്ള ശരീരഭാഗങ്ങളാണ് ഇന്ന് രാവിലെ 3 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. കാലുകളാണ് കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത് ചുമന്നുകൊണ്ടാണ് ആ മനുഷ്യർ, ഏതാണ്ട് 15ഓളം വരുന്ന സംഘാംഗങ്ങൾ അങ്ങോട്ട് കയറി വരുന്നത്. വളരെ ദുഷ്കരമായ തന്നെയാണ്. കിലോമീറ്ററുകൾ, അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ഇത് ആരുടെ മൃതദേഹമാണ് എന്നൊന്നും ആ മനുഷ്യർക്ക് അറിയില്ല. പക്ഷേ അത് കൃത്യമായി തന്നെ എത്തിക്കണം. അത് അവിടെ ഇട്ട് പോരാൻ തങ്ങൾ തയ്യാറല്ല എന്നൊരു കൃത്യമായ രീതിയിലുള്ളൊരു നിർദ്ദേശം ആ രക്ഷാപ്രവർത്തകർ നൽകി. ഫോറസ്റ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവർക്ക് വഴി കൃത്യമായി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരൊരു മാർഗനിർദ്ദേശം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും എയർലിഫ്റ്റിംഗ് സാധ്യമായില്ല എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. കിലോമീറ്ററുകളോളം ഈ മൃതദേഹം ചുമന്നുകൊണ്ട് ആ മനുഷ്യർ എങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് അടുക്കാറായി എന്നാണ് പറയുന്നത്. എന്നാലും ആ ദൃശ്യങ്ങൾ നമുക്ക് വേദനിപ്പിക്കുന്നതാണ്, സങ്കടപ്പെടുത്തുന്നതാണ്. പക്ഷേ ആ മനുഷ്യരുടെ ശ്രമകരമായ ദൌത്യം കണ്ട് അവർക്കൊരു ബിഗ് സല്യൂട്ട് നൽകാതെ മറ്റു മാർഗങ്ങളില്ല. അലി, അതുപോലെ തന്നെ അത്തരത്തിലുള്ള പേരുകളാണ്, അലി, നൌഫൽ പോലുള്ള പേരുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ മുഴുവൻ പേരുകളും പറയണമെന്ന് ആഗ്രഹമുണ്ട്. ആ പേരുകൾ പൂർണ്ണമായി നമുക്ക് പറയുകയും ചെയ്യാം. കാരണം ആ മനുഷ്യരാണ് കൃത്യമായ രീതിയിൽ ആ വനത്തിനുള്ളിലേക്ക് ആരും ചെന്നെത്തിപ്പെടാൻ. എത്രത്തോളം ഉള്ളിലാണ് ഈ മൃതശരീര ഭാഗങ്ങൾ കണ്ടെത്തിയത്? ഇവിടെ നിന്ന് ഒരുപാട് ദൂരം ഇവരിത് വഹിച്ചുകൊണ്ട് വരേണ്ട ഒരു സാഹചര്യമുണ്ടല്ലോ. തീർച്ചയായും പ്രവിധ, അതായത് കിലോമീറ്ററുകൾക്ക് ദൂരമുണ്ട്. ആ സൂചിപ്പാറ മേഖലയിൽ നിന്ന് വീണ്ടും പാന്തംപാറ മേഖലയിലേക്കൊക്കെ കടക്കണമെങ്കിൽ വളരെ വളരെ കിലോമീറ്ററുകൾ ദൂരമുണ്ട്. നമുക്ക് ഈ പറയുന്ന ചൂരൽമലയിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരമാണ് എയർ ദൂരമുള്ളത്. വായുവിലൂടെയുള്ള വ്യത്യാസം ഉള്ളത്. എയർ ഡിഫൻസ് അത്ര കിലോമീറ്ററാണ്, 7 കിലോമീറ്ററാണ്. പക്ഷേ നടന്നു നീങ്ങുകയാണെങ്കിൽ അതിലും അധികം സമയം വരും. എന്തായാലും അത് കൃത്യമായ രീതിയിൽ തന്നെ അവർ ഒരു കവറിലൊക്കെ പൊതിഞ്ഞുകൊണ്ട്, അതൊരു പക്ഷേ വളരെ ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ഉള്ളത്. അതൊരു കവറിലൊക്കെ പൊതിഞ്ഞുകൊണ്ടാണ് അവർ കടന്നു വരുന്നത്. എന്തായാലും അവർക്ക് ഒരു ഹൃദയത്തിൽ ചേർന്ന അഭിവാദ്യം അല്ലെങ്കിൽ സല്യൂട്ട് നൽകാതെ മറ്റു മാർഗങ്ങളില്ല. ഏറ്റിക്കൊണ്ടുവരികയാണ് ആ മനുഷ്യർ. എന്തായാലും ഇനിയും മൃതദേഹാവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. നാളെയും ഞങ്ങൾ അവിടേക്ക് തന്നെ തിരച്ചിലിന് പോകുമെന്ന് ദൃഢനിശ്ചയത്തോടുകൂടി പറയുന്ന മനുഷ്യരാണുള്ളത്. ഒരുപക്ഷെ ഈ വയനാടിന് വേണ്ടി ഇത്ര കണ്ട് കൃത്യമായ രീതിയിൽ നിൽക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ തന്നെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങളുമായി, ശരീരഭാഗങ്ങളുമായി, ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല, ശരീരഭാഗങ്ങളുമായി, മനുഷ്യരാണ്, മനുഷ്യന്റെ ശരീരഭാഗങ്ങളുമായി അവർ വരുന്നുണ്ട്. എന്തായാലും അവർ അല്പസമയത്തിനകം ആശുപത്രിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രവിധ.
വയനാട്ടിൽ നിന്നാണ് സങ്കടക്കാഴ്ച കാണേണ്ടി വരുന്നത്. വനത്തിലൂടെ കിലോമീറ്ററുകളാണ് ശരീരഭാഗങ്ങൾ ചുമന്നുകൊണ്ട് സന്നദ്ധ പ്രവർത്തകർ എത്തുന്നത്. തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തനം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഈ ഹെലികോപ്റ്റർ ഈ ശരീരഭാഗം കൊണ്ടുപോകാൻ എത്താത്തത് എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ഹെലികോപ്റ്റർ എത്താത്തതിനെ തുടർന്നാണ് കിലോമീറ്ററുകൾ നടന്ന് ഇവർക്ക് ശരീരഭാഗം ചുമന്നുകൊണ്ട് വരേണ്ടി വരുന്നത്. ശ്രീകുമാരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴ തകഴി കുന്നുമ്മയിൽ കൊന്നു കുഴിച്ചിട്ടെന്ന് സംശയിക്കുന്ന നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. കൊല്ലനാടി പാടശേഖരത്തിന്റെ തെക്കേ ബണ്ടിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് SP ചൈത്ര തെരേസ ജോൺ. അത് അറിയില്ല, നമുക്ക് തീരുമാനിക്കുന്ന സമയമായിട്ടില്ല. ആയിരുന്നു കുഴിച്ചിട്ട് തന്നെ തന്നെ. അതെ അയാൾ തന്നെ കാണിച്ചത്. അതെ, നമ്മളുടെ ഒരു അസംഷനിൽ ഒരു മോർ ദാൻ 2 days എന്തായാലും ആയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് 2 പേര് കസ്റ്റഡി ഉണ്ട്. അതെ കൊലപാതകമാണോ അല്ലേ എന്നുള്ളത് നമുക്കത് പരിശോധിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ പറയാൻ കഴിയുള്ളൂ. ഇപ്പം കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ പറയാൻ കഴിയുള്ളൂ. ഇപ്പം ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ. 2 പേരാണ്. ശ്യാംകുമാർ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശ്യാം, ഈ സംഭവം ഉണ്ടാകുന്നത് എപ്പോഴാണ്? എന്താണ് ഈ യുവതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി? മറ്റു വിശദാംശങ്ങൾ. പ്രവിധ ഈ കേസിൽ യുവതി ആശുപത്രിയിൽ എത്തിയതോടെയാണ് ഈ സംഭവങ്ങൾ പുറം ലോകം അറിയുന്നത്. യുവതി അമിത രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തുകയും ആശുപത്രിയിൽ ഈ യുവതിയുടെ പ്രസവം നടന്നതായി കണ്ടെത്തുകയുമായിരുന്നു. തുടർന്ന് കുട്ടി എവിടെയെന്നുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ചോദ്യത്തിന് കുട്ടിയെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചുവെന്ന് യുവതി മൊഴി നൽകി. ഈ മൊഴിയിൽ വിശ്വാസമില്ലാത്തതിനെ തുടർന്നാണ് ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് എത്തി ചോദ്യം ചെയ്യലിലാണ് കുട്ടിയെ തന്റെ കാമുകന് ആൺ സുഹൃത്തിന് കൈമാറി എന്നുള്ളത് ഈ പെൺകുട്ടി സമ്മതിക്കുന്നത്. തുടർന്ന് ഇവരെ പോലീസ് ലൊക്കേറ്റ് ചെയ്യുകയും ആലപ്പുഴ തകഴി കുന്നുമലിൽ നിന്ന് ഇന്നലെ രാത്രി കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. ഇയാളോടൊപ്പം ഇയാളുടെ ഒരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. ഇവരാണ് ഈ കുട്ടിയെ കുഴിച്ചിട്ടു എന്നുള്ള വിവരം പോലീസിന് കൈമാറുന്നത്. ഇന്ന് രാവിലെ പൂച്ചാക്കൽ പോലീസ് ഈ പ്രസവം നടന്ന സ്ഥലത്ത് പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് ഇവിടെ ഉച്ചയോടുകൂടി പ്രതികളെ എത്തിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ സംഭവം നടന്ന ഈ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് കുട്ടിയുടെ മൃതദേഹം 1-ാം പ്രതി കാണിച്ചു കൊടുക്കുന്നത്. അവിടെ നിന്ന് തന്നെ മൃതദേഹം പോലീസിന് കണ്ടെത്താനും സാധിച്ചു. SP പറയുന്നത് അത് കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും പോസ്റ്റ്മോർട്ടത്തിനായി നിലവിൽ നവജാത ശിശുവിന്റെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റും. ഇൻക്വസ്റ്റ് നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. അതിനുശേഷം മാത്രമാകും ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുക. ഏതായാലും നിലവിൽ 2 പ്രതികളാണ് കസ്റ്റഡിയിലുള്ളത്. പെൺകുട്ടി പോലീസ് നിരീക്ഷണത്തിൽ തന്നെ ആശുപത്രിയിൽ തുടരുകയാണ്. നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാകും ഇതിൽ കൊലപാതകമാണോ അതോ പ്രസവത്തിനിടെ ഈ കുട്ടി മരിച്ചതാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. ശരി, ശ്യാംകുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ചിറ്റൂരിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് 20ഓളം പേർക്ക് പരുക്ക്. ചിറ്റൂർ കമ്പിളിച്ചുങ്കത്തിലാണ് അപകടമുണ്ടായത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ, ഈ പരുക്കേറ്റവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണോ? എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? അല്പസമയത്തിനുള്ളിൽ നിഖിൽ പ്രമേഷ് ചേരുമെന്ന് കരുതുന്നു. പാലക്കാട് ചിറ്റൂരിലാണ് ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. നിഖിൽ ചേരുന്നു. നിഖിൽ, കേൾക്കാമോ? ഇന്ന് വൈകിട്ട് ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് അപകടമുണ്ടാകുന്നത്. നല്ലേപ്പള്ളി അണ്ണൻതോട് എന്ന പ്രദേശത്താണ് ഇപ്പോൾ ഈ 2 ബസ്സുകളും അപകടമുണ്ടായ 2 ബസ്സുകളും ഇവിടുന്ന് നീക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഇതിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇതിലൂടെയുള്ള ഈ 2 ബസ്സുകളും നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ബസ്സുകളിൽ ഉണ്ടായത് ഏതാണ്ട് 20ഓളം പേർക്ക് പരിക്കുള്ളതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. തൃശ്ശൂരിൽ നിന്നുള്ള ബസ്സും ഈ പ്രദേശത്ത് സർവീസ് നടത്തുന്ന ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. വിവിധ ആശുപത്രികളിലേക്ക്, ചിറ്റൂർ അടക്കമുള്ള വിവിധ ആശുപത്രികളിലേക്ക് ആളുകളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആരാ ഉള്ളത് ഈ അപകടം നടക്കുന്ന സമയത്ത്? ആദ്യം കറക്റ്റായിട്ട് ആരുണ്ടെന്നൊന്നും അറിയില്ല. നമ്മളൊക്കെ അതിന് ശേഷം എത്തിയ ആൾക്കാരാണ്. വരുമ്പോ എന്താ കാണുന്നത്? 2 വണ്ടി ജാമായിട്ട് നിൽക്കുന്നതാണ്. അതിന്റെ അപ്പുറത്തേക്ക് വണ്ടി എടുക്കാനുള്ള പ്രവർത്തികളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലുകളിലേക്കെല്ലാം പേഷ്യൻസിനെ അപ്പം മാറ്റിയിട്ടുണ്ട്. ഡ്രൈവർക്ക് പരിക്കുണ്ട്. 2 ബസ്സിലെ ഡ്രൈവർക്കും പരിക്കുണ്ട്. എത്ര പരിക്ക് നമുക്കറിയാം. പരിക്ക് എത്ര കണ്ട് നമുക്കറിയാലോ. അപ്പൊ വണ്ടി കണ്ടറിയാലോ, പിന്നെ പറയാനൊന്നുമില്ല. ഇതിന്റെ മുൻഭാഗത്താണ് കാര്യമായി 2 ബസ്സിന്റെ ഇപ്പോൾ ഈ തൃശ്ശൂരിൽ നിന്നുള്ള ബസ്സിന്റെ അതോടൊപ്പം തന്നെ ഇവിടെ സർവീസ് നടത്തുന്ന പ്രാദേശികമായി സർവീസ് നടത്തുന്ന ഈ ബസ്സിന്റെ മുൻഭാഗത്താണ് കാര്യമായി പരിക്കേറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുൻഭാഗത്തിരിക്കുന്ന ആളുകൾക്കും പരിക്കേറ്റതായുള്ള വിവരങ്ങളാണ് ലഭ്യമാവുന്നത്. ഏറ്റവും മുൻപിലിരുന്ന ഒരു സ്ത്രീയുടെ പരിക്കടക്കം ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ബസ് ഈ സംഭവ സ്ഥലത്ത് നിന്ന് എത്രയും വേഗം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കാരണം ഇതിലൂടെയുള്ള വാഹന ഗതാഗതം അത്
സുഗമമാക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ നടപടികൾ പുരോഗമിക്കുകയാണ്. നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ, ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്ന നിരവധി ആംബുലൻസുകൾ, ഇവിടെ പരിക്കേറ്റ ആളുകളെയും കൊണ്ട് ആംബുലൻസുകൾ ഇതിലൂടെ ചീറിപ്പായുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്തായാലും പരിക്കേറ്റ മുഴുവൻ പേരെയും ഇതിനോടകം തന്നെ ആശുപത്രികളിലേക്ക് മാറ്റിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് നിലവിൽ. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. ചിറ്റൂരിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് നിഖിൽ പ്രമേശ് റിപ്പോർട്ട് ചെയ്യുന്നത്. വയനാട്ടിൽ മന്ത്രിസഭാ ഉപസമിതിക്ക് ശേഷം മന്ത്രി PM മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം അങ്ങനെ ഒരു 30 പേരുടെ ടീമാണ്. പിന്നെ പൂക്കോട്ടുമന മുതൽ ചാലിയാർ മുക്ക് വരെയാണ് 4ാമത്തെ സെക്ടർ. അവിടെ മാൻ പവർ പോലീസ് 10, വോളണ്ടിയേഴ്സ് 20, അങ്ങനെ 30 പേരാണ്. 5 സെക്ടറുകളായിട്ടാണ്. 5ാമത്തെ സെക്ടർ ഏറ്റവും അവസാനം കുമ്പളപ്പാറ വരെയാണ്. ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ. മാൻ പവർ ഫയർഫോഴ്സ് ആൻഡ് സിവിൽ ഡിഫൻസ് 5, പോലീസ് 10, ഫോറസ്റ്റ് 10, വോളണ്ടിയേഴ്സ് 15, അങ്ങനെ 40 പേരുടെ ഒരു ടീമാണ്. ചാലിയാറിൽ തുടർച്ചയായ പരിശോധന നടത്തിയാണ്. അതിൽ NDRFിൻ്റെ സഹായം, ഫയർഫോഴ്സിൻ്റെ സഹായം, പോലീസിൻ്റെ സഹായം, ഫോറസ്റ്റിൻ്റെ സഹായം, പിന്നെ വോളണ്ടിയർമാരുടെ സഹായം, എല്ലാ നിലയിലും ചാലിയാറിലെ പരിശോധന നടന്നു. എന്നാൽ ഇനിയും നമ്മൾ ഈ നിലയിലൊരു പരിശോധന നടത്തുകയാണ്. അപ്പോൾ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലും നാളെയും മറ്റന്നാൾ 2 ദിവസം ഇതുപോലെ വളരെ പ്ലാൻഡായിട്ട് നമ്മളിതൊക്കെ നടത്തിയാണെങ്കിൽ ഒരിക്കൽ കൂടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇതാണ് തെരച്ചിലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇന്നത്തെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, നിങ്ങളുടെ മുമ്പിലുമുണ്ട്. പിന്നെ താൽക്കാലിക പുനരധിവാസമാണ്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാ ഉപസമിതിക്ക് ശേഷം വയനാട്ടിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു മന്ത്രി PM മുഹമ്മദ് റിയാസ്. ഇന്നത്തെ തിരച്ചിലിൽ 229 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് 3 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്താനായിട്ടുണ്ട്. 5 സോണുകളാക്കി തിരിച്ചുകൊണ്ട് തിരച്ചിൽ ഇനിയും തുടരും. ജനങ്ങളുടെ തന്നെ, ആ നാട്ടിലെ ജനങ്ങളുടെ തന്നെ ആവശ്യമായിരുന്നു ജനകീയ തിരച്ചിൽ. അത്തരത്തിൽ ജനങ്ങൾ ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ടാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് എന്നും മന്ത്രി PM മുഹമ്മദ് റിയാസ് പറയുകയായിരുന്നു. നാളെയും മറ്റന്നാളും സമാനമായ രീതിയിൽ തിരച്ചിൽ തുടരും. ഒപ്പം ചാലിയാറിന്റെ ഭാഗങ്ങളിലും കൂടുതൽ തിരച്ചിലുണ്ടാകുമെന്നും മന്ത്രി പറയുകയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് താമരശ്ശേരിയിൽ വീട്ടിൽ കയറി ആക്രമണം. വീട്ടുടമ ഉൾപ്പെടെ 4 പേർക്ക് പരുക്ക്. വാഹന വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ആക്രമണം എന്നാണ് വിവരം. ആക്രമണം നടത്തിയ 4 പേരും 3 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലാണ്. പിന്നെ അപ്പോൾ ഈ വണ്ടീനെ പറ്റിയാണ് തർക്കം ഉണ്ടായത്. അങ്ങനെ വരികയും തന്നെ വണ്ടിൻ്റെ ഗ്ലാസ്സിന് ഒരു അടിയ, അത് ഇഷ്ടിക എടുത്ത് ഗ്ലാസ് പൊട്ടി, ഫ്രണ്ടും പൊട്ടി ബാക്കും പൊട്ടി. പിന്നെ അവർ ഇരുമ്പ് വടി കൊണ്ടുകാൻ തലക്കടിക്കാൻ വന്നപ്പോൾ ഇവിടെ 4 സ്റ്റിച്ചുണ്ട്. ഞാൻ തലകൊണ്ട് തടുത്തപ്പോൾ ഇവിടെ തോളിന് പരിക്കേറ്റ്. ഈ ചെറിയ 1.5 വയസ്സുള്ള 2 ഇരട്ടക്കുട്ടികളാണ് എനിക്ക്. അവരെ പിടിച്ച് നിലത്തടിക്കാൻ നോക്കി വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വന്ന് മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഒരു കലാഭൂമിയാണ്. മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. മിഥില, ഈ തർക്കമുണ്ടായത് തമ്മിൽ പരിചയമുള്ളവർ തമ്മിലാണോ? എന്താണ് സംഭവിച്ചത്? വണ്ടി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇത്ര വലിയ ആക്രമണം ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ്? ഇവർ തമ്മിൽ പരിചയമുണ്ട്, നേരത്തെ പരിചയമുള്ള ആളുകൾ തന്നെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. അഷ്റഫിന്റെ വീട്ടിൽ ബൈക്കുകളിലും കാറുകളിലുമായി എത്തിയ ഒരു സംഘം വീട്ടിൽ കയറി ആക്രമണം നടത്തുകയായിരുന്നു. ഒരു യുവതി ഉൾപ്പെടെ 10ഓളം പേർ ഈ സംഘത്തിലുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കേട്ടത് അഷ്റഫിന്റെ വാക്കുകളാണ്. വീട്ടിൽ കയറി ആക്രമണം നടത്തി കുട്ടികളെ ഉൾപ്പെടെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അഷ്റഫ് ഉൾപ്പെടെ 4 പേർ ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ തർക്കത്തിന് കാരണമായ ഒരു സംഭവം എന്നത് നരിക്കുനി സ്വദേശിയായ ഷാഹിന അറിയാതെ അവരുടെ പേരിലുള്ള കാറ് ഭർത്താവ് വിൽപ്പന നടത്തി. കാറ് വിൽപ്പന നടത്തിയത് ഈ അഷ്റഫിനായിരുന്നു. 2 ലക്ഷം രൂപയ്ക്കായിരുന്നു വിൽപ്പന നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട തർക്കം, അല്ലെങ്കിൽ ഈ കാർ അന്വേഷിച്ച് ഷാഹിനയും ഒരു സംഘം ആളുകളും എത്തിയതാണ് ഇത്തരത്തിലുള്ള ഒരു തർക്കത്തിൽ കലാശിച്ചത്. താമരശ്ശേരി പോലീസ് ഇപ്പോൾ താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കാർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. വിവരങ്ങളാണ് മിഥില ബാലൻ നൽകിയത്. മലപ്പുറം കരുവാരക്കുണ്ടിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. ഒലിപ്പുഴയിലും കല്ലൻപുഴയിലും ജലനിരപ്പ് ഉയർന്നു.
സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി. സമീർ, നിലവിലെ സാഹചര്യം എന്താണ്? പ്രവിധ, നിലവിൽ മലപ്പുറത്തിന്റെ മലയോര മേഖലയിൽ ഉണ്ടായിരുന്ന ശക്തമായ മഴക്കും മലവെള്ളപ്പാച്ചിലിനും നിലവിൽ ശമനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോട് കൂടെയാണ് ഈ കരുവാരക്കുണ്ട് കൽക്കുണ്ട് മേഖലയിൽ ഈ ഒലിപ്പുഴ കല്ലൻപുഴ 2 പുഴകളിലും ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഇതിന് തൊട്ട് സമീപത്തുള്ള തോടുകളിലും വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. സമീപത്തെ വനമേഖലയിൽ ശക്തമായ മഴ ഉണ്ടായതാണ് ഇത്തരത്തിൽ ഈ പുഴയിലും തോടിലും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാൻ കാരണമെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അതിനിടെ ഈ മമ്പറ്റ, കൽക്കുണ്ട്, ചേരി, മണിലിയമ്പാടം തുടങ്ങിയിടങ്ങളിലെ പാലങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നാലെ ഏതാണ്ട് 4:30 കൂടിയാണ് ഇത്തരത്തിൽ മഴക്കും മലവെള്ളപ്പാച്ചിലും ശമനം ഉണ്ടായത്. ഇതോടുകൂടി നിലവിൽ വെള്ളമെല്ലാം തന്നെ പുഴയിൽ നിലവിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു. നിലവിൽ ഒരു പരിഹാരം അല്ലെങ്കിൽ പ്രശ്നത്തിന് ഒരു പരിഹാരമായി മാറിയിരിക്കുകയാണ്. പ്രവിധ, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകും.